ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റ് ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇത് വരുന്നത് ജൂലൈ 1 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ജൂലൈ 1, 2018 കറണ്ട് അഫയേഴ്സ് ആണ്. കുട്ടികൾക്ക് സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന ബോളിവുഡ് താരം ഏതാണ്? സോനാക്ഷി സിൻഹ. കുട്ടികൾക്ക് സൈബർ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന ബോളിവുഡ് താരം ഏതാണ്? സോനാക്ഷി സിൻഹ. ധനലക്ഷ്മി ബാങ്കിന്റെ MD ആൻഡ് CEO ആയി നിയമിതയായത് ആരാണ്? ധനലക്ഷ്മി ബാങ്കിന്റെ MD ആൻഡ് CEO ആയി നിയമിതയായത് ഇന്റർനാഷണൽ കബഡി ഫെഡറേഷന്റെ പുതിയ തലവൻ ആരാണ്? ഇന്റർനാഷണൽ കബഡി ഫെഡറേഷന്റെ പുതിയ തലവൻ ജനാർദ്ദൻ സിംഗ് ഗെഹ്ലോട്ട്. ജനാർദ്ദൻ സിംഗ് ഗെഹ്ലോട്ട് ആണ് ഇന്റർനാഷണൽ കബഡി ഫെഡറേഷന്റെ പുതിയ തലവൻ. അടുത്തിടെ സിംഗപ്പൂർ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ കമ്മീഷണറായി നിയമിതനായ ഇന്ത്യൻ വംശജനാര്? അടുത്തിടെ സിംഗപ്പൂർ സുപ്രീം കോടതിയുടെ ജുഡീഷ്യൽ കമ്മീഷണറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ദേദാർ സിംഗ് ഗിൽ. ദേദാർ സിംഗ് ഗില്ലാണ്. അമേരിക്കയിലെ ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയുടെ CEO ആയി നിയമിതയായ ഇന്ത്യൻ അമേരിക്കൻ വനിത ആര്? അമേരിക്കയിലെ ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയുടെ CEO ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി നിയമിതയായ ഇന്ത്യൻ അമേരിക്കൻ വനിതയാരാണ്? സീമ നന്ദ. സീമ നന്ദയാണ് ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റിയുടെ CEO. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ 37ാമത്തെ സ്ഥലം ഏതാണ്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ 37ാമത്തെ സ്ഥലം ഏതാണ്? വിക്ടോറിയൻ ഗോത്തിക് ആൻഡ് ആർട്ട് ഗോതിക് ആൻഡ് ആർട്ട് ഡെക്കോ എൻസെമ്പിൾ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയ 37ാമത്തെ സ്ഥലമാണ് വിക്ടോറിയൻ ഗോത്തിക് ആൻഡ് ആർട്ട് ഡെക്കോ എൻസെമ്പിൾ. മുംബൈയിലാണിത്. ഇനി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പട്ടികയിൽ എത്തിയ രണ്ടാമത്തെ നഗരം മുംബൈ ആണ്. ആദ്യത്തേത് അഹമ്മദാബാദാണ്. ഇനി ഇത് പറഞ്ഞിരിക്കുന്ന 37ാമത്തെ സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ പേറ്റന്റ് ആർബിട്രേഷൻ സെന്റർ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പേറ്റന്റ് ആർബിട്രേഷൻ സെന്റർ നിലവിൽ വരുന്ന നഗരം ഏതാണ്? ടോക്കിയോ. ജപ്പാനിലെ ടോക്കിയോയിലാണ് ആദ്യത്തെ പേറ്റന്റ് ആർബിട്രേഷൻ സെന്റർ നിലവിൽ വരുന്നത്. സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയുന്നതിനായി വികസിപ്പിച്ച പുതിയ സംവിധാനം എന്താണ്? സെർവിക്കൽ ക്യാൻസർ തിരിച്ചറിയുന്നതിനായി വികസിപ്പിച്ച പുതിയ സംവിധാനം ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി. ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി. ഇന്ത്യയിൽ GST ഡേ ആയി ആചരിച്ചത് ഏതാണ്? GST ഡേ ആയി ആചരിച്ചത് LBC ആണ് ആചരിച്ചത്. ഇന്ത്യയിൽ GST ഡേ 2018. ഈ LBC എന്ന് പറഞ്ഞത് തൊട്ട് മുമ്പ് പഠിച്ച ലിക്വിഡ് ബേസ്ഡ് സൈറ്റോളജി ആണ് കേട്ടോ. ഇന്ത്യയിൽ GST ഡേ ആയിട്ട് ആചരിച്ചത് 2018 ജൂലൈ 1-നായിരുന്നു. 2018 ജൂലൈ 1-നായിരുന്നു GST ഡേ. അങ്കണം ഷംസുദ്ദീൻ സ്മൃതിയുടെ സാഹിതി സേവാ പുരസ്കാരത്തിന് അർഹയായത് ആര്? അങ്കണം ഷംസുദ്ദീൻ സ്മൃതി അതിൻ്റെ സാഹിതി സേവാ പുരസ്കാരത്തിന് അർഹതയായത് M. ലീലാവതി. അടുത്തിടെ പ്രധാനമന്ത്രി ഏത് സ്ഥാപനത്തിലാണ് നാഷണൽ സെന്റർ ഫോർ ഏജിംഗ് അതിന് തറക്കല്ലിട്ടത്? നാഷണൽ സെന്റർ ഫോർ ഏജിങ്ങിന് തറക്കല്ലിട്ടത് ഏത് സ്ഥാപനത്തിലാണ്? ഡൽഹി എയിംസിൽ. ഡൽഹി എയിംസിലാണ് നാഷണൽ സെന്റർ ഫോർ ഏജിങ്ങിന് തറക്കല്ലിട്ടത്. അടുത്ത സെഷൻ മുതൽ ലോകസഭാ അംഗങ്ങൾക്ക് പ്രതിദിനം ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം നിലവിൽ 10 ആയിരുന്നു. ഇനി അടുത്ത സെഷൻ മുതൽ ലോക്സഭാ അംഗങ്ങൾക്ക് ഒരു ദിവസം 5 ചോദ്യങ്ങളാണ് ചോദിക്കാവുള്ളൂ. 2018 വേൾഡ് യൂണിയൻ ഓഫ് ഹോൾസെയിൽ മാർക്കറ്റ്സ് കോൺഗ്രസിന് വേദിയാകുന്നത് ഏത്?
2018 വേൾഡ് യൂണിയൻ ഓഫ് ഹോൾസെയിൽ മാർക്കറ്റ് കോൺഗ്രസിന് വേദിയാകുന്നത്? ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് വേൾഡ് യൂണിയൻ ഓഫ് ഹോൾസെയിൽ മാർക്കറ്റ് കോൺഗ്രസ് വേദിയാകുന്നത്. റിപ്പബ്ലിക് ഓഫ് കോസ്റ്ററീക്കയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? രവി താപ്പർ. റിപ്പബ്ലിക് ഓഫ് കോസ്റ്ററീക്കയിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? രവി താപ്പാർ. അടുത്തിടെ കേരള സർക്കാരിൻ്റെ പ്രത്യേക പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ ആരാണ്? അനൂപ് കുമാർ. ഡോക്ടർ അനൂപ് കുമാറാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്, അത് ഉണ്ടെന്ന് കണ്ടെത്തിയത് അദ്ദേഹമാണ്. അനൂപ് കുമാറാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധയാണ് എന്ന് കണ്ടെത്തിയ ആൾ. 2018 ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിട്ടിയത് ആർക്കാണ്? 2018 ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. ദേ ഡിഫീറ്റഡ് ഇന്ത്യ. 2018 ചാമ്പ്യൻസ് ഹോക്കി ഓസ്ട്രേലിയക്കാര് ഇന്ത്യയെ തോൽപ്പിച്ചു. അടുത്തിടെ ഹൈദരാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ മലയാളി ആര്? അടുത്തിടെ ഹൈദരാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ്? തോട്ടത്തിൽ ബി രാധാകൃഷ്ണനാണ് അടുത്തിടെ ഹൈദരാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കുറിച്ച് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ കമൻസൊക്കെ ഷെയർ ചെയ്യാം, നിങ്ങൾക്കിത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്, especially lab assistant exam that is coming today.